ഇന്ന് നമുക്ക് 7 എപ്പിസോഡുകളുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന മലയാളം ഹൊറർ വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നാട് മുഴുവൻ പേടിക്കുന്ന ബംഗ്ലാവ്. ആ ബംഗ്ലാവില് പ്രേതമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെടുന്നതും. ബംഗ്ലാവിന്റെ മുന്നിലൂടെ പോലും ആളുകൾക്ക് പോകുവാനേ പേടിയാ. അങ്ങനെയുള്ള ബംഗ്ലാവില് ആര് താമസിക്കുവാനെത്തിയാലും അവർ മരണപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആ നാട്ടിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഏത് നിമിഷവും നിലം പതിക്കുമെന്നൊരവസ്ഥ. എന്നാൽ സർക്കാരിന്റെ ഖജനാവിൽ പുതിയൊരു പോലീസ് സ്റ്റേഷൻ പണിയുവാനായി കാശില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ആ ഒരു പ്രേത ബംഗ്ലാവിലേക്ക് മാറ്റുന്നു. പക്ഷേ പോലീസുകാർക്കും ഗ്രാമവാസികൾക്കും എല്ലാവർക്കും പേടിയാകുവാനായും തുടങ്ങി. ബംഗ്ലാവിലേക്ക് കടക്കുന്ന ആരും തന്നെ ഒരു രാത്രി തികക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പോലീസ് സ്റ്റേഷൻ അവിടേക്ക് മാറ്റി കുറെ പോലീസുകാരും അവിടേക്ക് പോയിട്ടുണ്ടല്ലോ. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു കാണും? ഒരു രാത്രി പോലീസുകാർക്ക് അവിടെ കഴിച്ചുകൂട്ടുവാനായി കഴിഞ്ഞു. അവിടെ നടക്കുന്ന മരണങ്ങൾക്കൊക്കെ പിന്നിൽ ആരാണ്? അവിടെയുള്ള പ്രേതാത്മാവ് എന്താണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സീരീസിന്റെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ എന്നത്തെയും പോലെ തന്നെ ടയർ കടയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുവാനായി ഇറങ്ങുകയാണ് ഒരാൾ. എന്നാൽ അയാൾക്ക് അവിടെ നിന്നും ഒരു കളിപ്പാട്ടം കാറും കിട്ടുന്നു. ആ കാറും എടുത്തുകൊണ്ടാണ് അയാൾ തന്റെ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നതും. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന പ്രേതബാധയുണ്ട് എന്നെല്ലാവരും പേടിക്കപ്പെടുന്ന ഒരു ബംഗ്ലാവിന് മുന്നിലൂടെയാണ് എല്ലാ ദിവസവും അയാൾ പോകുന്നതും. അങ്ങനെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് മുന്നിലെത്താറായ സമയം തന്നെ അയാൾ കൊണ്ടുപോകുവാനായിരുന്ന ആ ഒരു കളിപ്പാട്ടം കാറിലെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്നു. അത് തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും അവസാനം അയാളുടെ സൈക്കിളിന്റെ ടയറിൽ വന്ന് ഇടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അത് കണ്ട് അയാൾക്ക് വല്ലാതെ പേടിയാകും. മാത്രവുമല്ല, ആ ഒരു കളിപ്പാട്ടം കാറ് അങ്ങനെ വന്ന് ഇടിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് സൈക്കിൾ അനക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ തെറിച്ച് തറയിൽ വീണ് അയാളുടെ തലയിടിച്ച് അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ആ കാറ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ആ നാട്ടിലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടുത്തെ SI ആണ് കഥാനായകനായ വിഷ്ണു. വിഷ്ണു ഒരു ഭക്തനാണ്. അവിടെയുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പരമേശ്വരൻ. വിഷ്ണു ഭക്തനാണെങ്കിലും പരമേശ്വരനാണെങ്കിലും ഒരു നിരീശ്വരവാദിയാണ്. പോലീസ് സ്റ്റേഷന്റെ ശോചനീയ അവസ്ഥ കണ്ട് വേറൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞ് അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാനുള്ള പരിപാടികളെല്ലാം ആരംഭിച്ചെങ്കിലും സർക്കാരിന്റെ ഖജനാവിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ്. പോലീസ് സ്റ്റേഷനാണെങ്കിലോ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു താഴെ വീഴാം എന്നൊരവസ്ഥയാണ്. എല്ലാ ദിവസവും ഓരോരുത്തരുടെ തലയിലായിട്ട് ഓടൊക്കെ പൊട്ടി വീണ് അങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങളാ. അടുത്ത മഴയ്ക്ക് മുമ്പ് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമോ എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ് പോലീസുകാരെല്ലാം. വിഷ്ണു ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുൻപ് തന്നെ വിളക്കൊക്കെ കത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ഡ്യൂട്ടി ആരംഭിക്കുന്നതും. അങ്ങനെ എന്നത്തെയും പോലെ വിളക്കും കത്തിച്ച് തേങ്ങയൊക്കെ ഉടച്ച് ഡ്യൂട്ടി ദിവസം ആരംഭിച്ചു. അതേസമയം തന്നെയായിരുന്നു ജയിലിൽ കിടന്ന ഒരു കുറ്റവാളിയുടെ തലയിലായിട്ട് ഓട് പൊട്ടി വീണതും അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ. എന്നാൽ മറ്റൊരു വശത്ത് കുറച്ച് പയ്യന്മാരെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്താണ് MLA ഷാജിയുടെ സ്വന്തക്കാരാണ് അവന്മാരെന്നറിയുന്നതും. ഉടനെ തന്നെ അവരെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് MLA ഷാജി നേരിട്ട് സ്റ്റേഷനിലേക്ക് എത്തും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ പയ്യന്മാരാ, ഇവരുടെ മേൽ കേസൊന്നും ചാർജ് ചെയ്യേണ്ട എന്ന്. കൂടാതെ MLA ഷാജി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാശൊന്നും സർക്കാരിന്റെ കൈവശമില്ല. തൽക്കാലത്തേക്ക് പോലീസ് സ്റ്റേഷൻ നമുക്ക് ഇവിടെയുള്ള ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ അവിടേക്ക് മാറ്റാം. നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കെന്നും MLA ഷാജി പറയുന്നു. അത് കേട്ടതും അവിടെയുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിളിനൊക്കെ വല്ലാതെ പേടിയാകും. കാരണം പ്രേതബാധയുണ്ട് എന്ന് പറയപ്പെടുന്ന ബംഗ്ലാവാണല്ലോ അത്. അവരുടെ മനസ്സിൽ പേടിയുണ്ടെങ്കിലും അവർ പുറത്ത് കാണിക്കില്ല. കാരണം പോലീസുകാരല്ലേ, അങ്ങനെ വല്ല പേടിയുമൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടു പോകുമോ എന്നൊരു ചിന്തയായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയാതെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിന് അവർ സമ്മതിക്കും. ഈ വിവരം ഹോസ്പിറ്റലിലായിരുന്ന തലയിൽ ഓടി വീണ ആ ഒരു ജയിൽ പുള്ളിയില്ലേ, അയാൾ അറിയും. ദയവ് ചെയ്ത് എന്നെ അവിടേക്ക് കൊണ്ടുപോകരുത്, എന്നെ വേറെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റിക്കോ, എനിക്ക് എന്റെ ജീവനാണ് വലുതെന്നും അയാൾ പറയുന്നു. ആ ഒരു പറച്ചിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ എല്ലാവരും എത്രത്തോളം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനെ പേടിക്കുന്നുവെന്ന്. ആ നാട്ടിലുള്ളവരൊക്കെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനെ ഇത്ര പേടിക്കുവാനായിട്ടൊരു കാരണമുണ്ട്. കുറേ നാളുകൾക്ക് മുൻപ് ബംഗ്ലാവിൽ താമസിക്കുവാനായിട്ട് ഒരാൾ വന്നു. അയാളെ കൂട്ടുകാരനാണ് കൊണ്ടുവന്നാക്കുന്നതും. എന്നാൽ നാട്ടിലുള്ളവരെല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായ അയാൾക്ക് അതിലൊന്നും അത്ര വിശ്വാസമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് താമസിക്കുവാനായും എത്തി.
അന്നേ ദിവസം രാത്രി അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുകയും ഓരോ മുറികളായിട്ട് അയാൾ പരിശോധിക്കുവാനായും തുടങ്ങി. പക്ഷേ ഒന്നും തന്നെ കണ്ടില്ല. എന്നാൽ അയാളുടെ പിറകിലായിട്ട് ആരോ വന്ന് നിൽക്കുകയും അടുത്ത ദിവസം ആ നാടറിയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും ബംഗ്ലാവിനെ പേടിയായതുകൊണ്ട് തന്നെ അയാളുടെ മരണത്തോടു കൂടി നാട്ടിലുള്ളവരെല്ലാവരും വീണ്ടും പേടിക്കുവാനായും തുടങ്ങി. അതോടുകൂടി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറി. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് മാറ്റുന്നതിന്റെ പരിപാടികളൊക്കെ നടക്കുകയാണ്. പെയിന്റ് അടിയും കാര്യമൊക്കെ നടക്കുന്നു. പക്ഷേ ആ നാട്ടിലുള്ളവർക്ക് ആർക്കും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനകത്തേക്ക് കയറുന്നതിന് പേടിയായതുകൊണ്ട് തന്നെ ബംഗാളികളെയാണ് ഏർപ്പാടാക്കിയതും. അവർക്കതൊന്നും അറിയത്തില്ലല്ലോ. ബംഗാളികളാണ് അവിടെ വർക്ക് ചെയ്യുന്നതും. പക്ഷേ ഗ്രാമവാസികൾ ആരും അകത്തോട്ട് കടക്കുന്നതേയില്ല. അങ്ങനെ ഉദ്ഘാടന ദിവസവും എത്തി. MLA ആണ് ഉദ്ഘാടനത്തിനായി എത്തിയതും. പക്ഷേ MLAക്ക് അകത്ത് കയറുന്നതിന് പോലും പേടിയായതുകൊണ്ട് തന്നെ റിബൺ കട്ട് ചെയ്ത ഉടനെ തന്നെ MLA എനിക്ക് വേറെ പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വിഷ്ണു സ്റ്റേഷനകത്തേക്ക് കയറിയ സമയമായിരുന്നു അമ്മ വിളിച്ചതും അവന്റെ സമയം ഇപ്പോൾ ശരിയല്ല എന്ന് ജോത്സ്യൻ പറഞ്ഞ കാര്യവും അമ്മ പറയുന്നത്. സ്റ്റേഷനിലെ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനിതാ കോൺസ്റ്റബിൾമാരെ ആരെയും തന്നെ നൈറ്റ് ഡ്യൂട്ടി കിട്ടില്ല. പുരുഷന്മാരെല്ലാവരും നൈറ്റ് ഡ്യൂട്ടി എടുക്കുകയും ചെയ്തു. എന്നാൽ പരമേശ്വരന് ഇതിലൊന്നും വിശ്വാസമില്ല. പരമേശ്വരൻ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പരമേശ്വരൻ നിൽക്കുന്നതിന്റെ പുറകിലായിട്ടുണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം തറയിൽ വീണ് പൊട്ടുന്നതും. അതോടുകൂടി പരമേശ്വരനും ചെറിയൊരു പേടിയൊക്കെ തോന്നി തുടങ്ങുന്നു. എന്നാൽ കുറെ ഗുണ്ടകളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലെടുക്കുകയും ചെയ്യും. രാത്രിയാകാറായപ്പോഴേക്കും അവിടെ കറണ്ട് പോകുന്നു. മെഴുകുതിരി എടുക്കുവാനായിട്ട് ഒരു ഗുണ്ടയെ പറഞ്ഞകത്തേക്ക് വിടും. എന്നാൽ ആ ഗുണ്ട പോയിട്ട് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്റെ പുറകിലായിട്ട് ആരും നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന്. എന്നാൽ അതേ സമയമായിരുന്നു അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം എല്ലാവർക്കും തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവർക്കും പേടിയാകുവാനായും തുടങ്ങുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു രാത്രി അവർ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി എന്ന് തന്നെ പറയാം. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് MLA ഫോൺ വിളിക്കും. പരമേശ്വരനാണ് കോൾ എടുക്കുന്നത്. ആർക്കും ഒരു കുഴപ്പമില്ല എന്നും പരമേശ്വരൻ പറയുന്നുണ്ട്. അതേ സമയത്തായിരുന്നു വിഷ്ണുവിനെ അവിടെയൊന്നും കാണാത്തത്. വിഷ്ണുവിനെ അവിടെയൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് ലോക്കപ്പിനുള്ളിൽ വിഷ്ണു കിടക്കുന്നത് കാണുന്നത്. വിഷ്ണുവിന്റെ കയ്യിലെ തകിടും കൂടും ചരടുമൊക്കെ അഴിച്ചു മാറ്റിയ അവസ്ഥയിലായിരുന്നു. എന്ത് പറ്റി ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഞാൻ എങ്ങനെ ഇതിൽ വന്നു എന്നും അറിയില്ല, കയ്യിലെ ചരടൊക്കെ പോയിരിക്കുന്നു എന്നും വിഷ്ണു പറയുന്നു. അതേ സമയമായിരുന്നു സ്റ്റേഷന് പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നതും. പുറത്തു ചെന്ന് നോക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരും മീഡിയക്കാരും ഒക്കെയുണ്ട്. കാരണം അതൊരു പ്രേത ബംഗ്ലാവല്ലേ. അവിടെ ഉണ്ടായിരുന്നവർ ജീവനോടെ ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് വന്നതാ. എന്നാൽ അപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കാണാനില്ല എന്ന് മനസ്സിലാകുന്നത്. അയാളെ വേറൊരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരാണ് എന്നെ പൂട്ടിയിട്ടതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ എനിക്കറിയില്ല എന്നും അയാൾ പറയുന്നു. അതുകൊണ്ട് തന്നെ പേടിച്ചു പോയ പോലീസുകാരാണെങ്കിലോ ഗ്രാമവാസികൾ ആരും അറിയാതെ തന്നെ ഒരു സ്വാമിയെ കൊണ്ടുവന്ന് മന്ത്രവാദം ചെയ്യുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ സ്വാമി വന്ന് പൂജകളൊക്കെ ആരംഭിക്കും. എന്നിട്ട് സ്വാമി 4 തകിടും കൂടും കൊടുക്കും. അത് ഈ ബംഗ്ലാവിന്റെ 4 മൂലയിലായിട്ട് കുഴിച്ചിടുവാനായും പറഞ്ഞു. പക്ഷേ പോലീസുകാർക്ക് പേടിയായതുകൊണ്ട് തന്നെ ഗുണ്ടകളെ കൊണ്ടാണ് അതൊക്കെ അവിടെ കുഴിച്ചിടിപ്പിക്കുന്നതും. കുഴിച്ചിട്ടുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അവിടെ എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യവും പിറകിലാരോ വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നുന്നു. അവർ എങ്ങനെയൊക്കെ കുഴിച്ചിട്ടിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. അതേ സമയം തന്നെയായിരുന്നു ഒരു വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നതും. അവൾ അവിടെ വന്ന സമയം തന്നെ ഈ ഗുണ്ടകൾ കുഴിച്ചിട്ട ആ ഒരു 4 തകിടും കൂടുമില്ലേ, അതെല്ലാം തെറിച്ചു പോകുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് കാട്ടിൽ നിന്ന് അനധികൃതമായി ചന്ദനം വെട്ടിക്കൊണ്ടുവന്ന ഒരാളിനെ ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്യുന്നു. കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് അവർക്ക് കുറുകെ ഒരു ലോറി വന്ന് നിൽക്കും. ഫോറസ്റ്റുകാരാണെങ്കിലോ അത് നോക്കുവാനായി ഇറങ്ങിയ സമയമായിരുന്നു അയാൾ ആ ജീപ്പിൽ നിന്നും ഇറങ്ങി ഓടുന്നത്. ഫോറസ്റ്റുകാർ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഒരു വെടിയൊച്ച കേൾക്കുകയാണ്. വെടിയൊച്ച കേട്ടതും ഫോറസ്റ്റ് ഓഫീസർമാർ ഞെട്ടി നിൽക്കുന്നു. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് മൈഥിലി എന്ന പെൺകുട്ടി വരുന്നതാണ്. മൈഥിലി നേരെ വിഷ്ണുവിനെ കാണുവാനായും എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ നടന്ന പൂജയും മന്ത്രമൊക്കെ ഞാൻ അറിഞ്ഞു. അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നീ ആരാണെന്ന് വിഷ്ണു ചോദിക്കുമ്പോഴോ, എന്റെ പേര് മൈഥിലി, ഞാനൊരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് ആണ്. എനിക്കിവിടെ താമസിക്കുവാനായിട്ട് നിങ്ങൾ സൗകര്യം ഒരുക്കി തന്നേ പറ്റൂ. കാരണം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ പുറത്തു വിടുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. മൈഥിലി അവിടെ താമസിപ്പിക്കുന്നത് റിസ്ക് ആണ്. പക്ഷേ പാരാനോർമൽ ആക്ടിവിറ്റി വഴിയെങ്കിലും ആ ഒരു പ്രേതത്തിനെ പിടിച്ചു കെട്ടിയാൽ അത്രയും നന്നായി എന്ന് ചിന്തിച്ച വിഷ്ണു അവളെ അവിടെ താമസിപ്പിക്കുവാനായി അനുവദിച്ചു. അങ്ങനെ മൈഥിലിക്ക് ഒരു റൂമും കൊടുത്തു.
മൈഥിലിക്ക് അങ്ങനെ റൂമൊക്കെ സെറ്റാക്കി കൊടുത്തു. മൈഥിലി തന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ പുറത്തെടുത്ത് പ്രേതത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനായും ആരംഭിച്ചു. അവൾക്കൊരു പോസിറ്റീവ് സിഗ്നൽ കിട്ടുകയാണ്. അതുമായിട്ട് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായും ആരംഭിച്ച സമയം. അതേ സമയത്തായിരുന്നു മുൻപ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നൊരു ഗുണ്ടയുടെ ഭാര്യ അവിടേക്ക് വന്ന് കരഞ്ഞു വല്ലാതെ ബഹളം വയ്ക്കും. എന്തെന്നാൽ സ്റ്റേഷനിലേക്ക് വന്നതിൽ പിന്നെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റമാണ്, എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും അവർ പറഞ്ഞ് കരയുകയാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു പരമേശ്വരനോട് അയാളെ പിടിച്ചുകൊണ്ട് വരുവാനായും പറഞ്ഞു. അങ്ങനെ പോലീസുകാരാണെങ്കിൽ ആ ഗുണ്ടയെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അയാൾ അകത്തേക്ക് കയറുവാനായും മടിക്കും, വല്ലാതെ ബഹളമുണ്ടാക്കും. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ബാലമുരളി എന്നൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ബാലമുരളിയുടെ പോലീസ് ജീപ്പില് അയാൾ അറിയാതെ ആരോ ഒരു ആനക്കൊമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. ബാലമുരളി ഇതൊന്നും അറിയാതെ തന്റെ ഫാമിലിയുമായി ജീപ്പിൽ പോകുന്ന സമയത്തായിരുന്നു ഫോറസ്റ്റ് ഓഫീസർമാരാണെങ്കിലോ ബാലമുരളിയുടെ ജീപ്പ് പരിശോധിക്കുന്നതും അതിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെത്തുന്നതും. അതോടുകൂടി ബാലമുരളി സസ്പെൻഷനിലായി. ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ച് പിന്നീട് പോലീസുകാർ കൊണ്ടുവന്ന ആ ഒരു ഗുണ്ടയെ കാണിക്കുന്നു. അയാളുടെ പേര് സോമൻ എന്നാണ്. എന്നാൽ മൈഥിലിയാണെങ്കിൽ സോമനെ ഹിപ്നോട്ടിസം ചെയ്യും. ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആനക്കൊമ്പ് ബാലമുരളിയുടെ ജീപ്പിൽ കൊണ്ടുവന്നിച്ചത് ആരാന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് എങ്ങനെ അറിയാം, കൊണ്ടുവന്ന് വെച്ചവന്റെ അടുത്ത് ചോദിക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരു ആത്മാവ് കയറിയതുപോലെ തന്നെ അയാൾ പെരുമാറുന്നു. മാത്രവുമല്ല സോമൻ വല്ലാതെ ബഹളം വെക്കുകയും തല കറങ്ങി വീഴുകയും ചെയ്തു. നിങ്ങൾ കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന എന്റെ പേടിയെന്നും വിഷ്ണു മൈഥിലിയോട് പറയുന്നു. സോമനെയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലേക്ക് മാറ്റും. മൈഥിലി എഴുന്നേറ്റ് പോയ അതേ സമയത്തായിരുന്നു എന്തോ ഒരു ദുരാത്മാവിന്റെ സാന്നിധ്യം പോലെ അവിടെ ഉണ്ടായിരുന്ന ഷെൽഫ് താഴേക്ക് മറിഞ്ഞു വീഴുന്നതും അതിൽ നിന്നും ഒരു ഫയൽ വിഷ്ണുവിന്റെ മുന്നിലേക്ക് വന്ന് വീഴുന്നതും. ആ ഒരു ഫയൽ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ബാലമുരളിയുടെ കേസിനെ പറ്റിയാണ്. ബാലമുരളിയുടെ ആ ഒരു ആനക്കൊമ്പിന്റെ ഇഷ്യൂ മാത്രവുമല്ല, ബാലമുരളിയുടെ സർവീസ് റിവോൾവർ വെച്ച് ആരെയോ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുന്നു, അതിന്റെ കേസുമാണ് അതിലുണ്ടായിരുന്നത്. അന്ന് കാട്ടിലൂടെ ഓടിപ്പോയ ആ ഒരു മരം വെട്ടിയ അയാളെ വെടിവെച്ച് കൊന്നത് ഈ ബാലമുരളിയുടെ സർവീസ് റിവോൾവർ വെച്ചാണ്. തെളിവുകളെല്ലാം ബാലമുരളിക്കെതിരായിരുന്നു. ആ ഒരു നാട്ടിലേക്ക് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജോലി ചെയ്യുവാനായിട്ട് തന്റെ കുടുംബവുമായി എത്തിയ ബാലമുരളിക്ക് അവസാനം കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആ ഒരു കേസിന്റെ ഫയലാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതൊരു ആത്മഹത്യയല്ല എന്നുള്ള കാര്യം വിഷ്ണുവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലമുരളിയുടെ മരണം അന്വേഷിക്കുവാനായിട്ടും വിഷ്ണു തീരുമാനിക്കുന്നു. ബാലമുരളിക്കൊപ്പം അന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്ന കാര്യം വിഷ്ണുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാനായിട്ടും പോകും. അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അയാളടുത്തെത്തി ബാലമുരളിയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്താണ് അയാൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാൻ ഇതൊന്നും പുറത്ത് പറയരുതെന്ന് കരുതിയതാ, പക്ഷേ എന്റെ കുഞ്ഞിന്റെ ജീവനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്നു പറയുന്നത്. ബാലമുരളി സാറിന്റെ പോലീസ് ജീപ്പില് ആനക്കൊമ്പ് വെപ്പിച്ചത് ഞാനാണ്. അത് MLAക്ക് വേണ്ടിയിട്ടാ. സാറിന്റെ സർവീസ് റിവോൾവർ ആരും അറിയാതെ എടുത്ത് MLAക്ക് കൊടുത്തത് ഞാനാ. ബാലമുരളി സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അയാൾ പറയുന്നു. അയാൾ ഇതെല്ലാം തുറന്നു പറയുവാനായി തീരുമാനിച്ചതെന്തെന്നാൽ, സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ മരിക്കുന്നത് കാണിച്ചില്ലേ, സത്യത്തിൽ അത് ഈ ചന്ദനക്കടത്ത് ടീമിലൊക്കെ ഉള്ള ആളായിരുന്നു. അതിലുണ്ടായിരുന്നത് കൊണ്ടാണ് അയാൾ മരണപ്പെട്ടു പോയതും. ആ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ മരിച്ചതുപോലെ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി കാരണമാണ് ഇയാളിപ്പോൾ ഇതെല്ലാം തുറന്നു പറയുവാനായും തീരുമാനിച്ചത്. അങ്ങനെ അവർ പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു മൈഥിലി അയാളെ രൂക്ഷമായി നോക്കുന്നതും. അപ്പോഴേക്കും അയാൾ കുഴഞ്ഞു വീണും മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ബാലമുരളി മുൻപ് ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്ന സമയം ബാലമുരളിയെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് ചന്ദനക്കടത്ത് കേസിലെ പ്രതിയെ പുറത്തു വിടണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ബാലമുരളി ഇതിന് തയ്യാറാകുന്നതേയില്ലായിരുന്നു. അത് കാരണം ബാലമുരളിക്ക് വല്ലാതെ പ്രഷർ വരുവാനായും തുടങ്ങി. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. വിഷ്ണുവിന്റെ അമ്മയാണെങ്കിൽ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഒരു ചരടൊക്കെ ജപിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചരട് കയ്യിൽ കെട്ടിത്തരുമോ എന്നും മൈഥിലിയോട് ചോദിക്കും. ചരട് കണ്ടതും മൈഥിലി രണ്ടടി പുറകിലോട്ട് പോകുന്നു. മൈഥിലി ഉടനെ തന്നെ പരമേശ്വരനോട് ചരട് കെട്ടിക്കൊടുക്കുവാനായും പറയും. അങ്ങനെ പരമേശ്വരനാണ് ചരട് കെട്ടിക്കൊടുത്തതും. അതിനുശേഷം അവർ നേരെ പോകുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സോമനെ കാണുവാനായിട്ടാണ്. സോമനെന്ന് ബോധം കെട്ട് വീണതിൽ പിന്നെ ഹോസ്പിറ്റലിലാ. സോമനോട് ചോദിക്കും, ആര് പറഞ്ഞിട്ടാ നീ എന്ന് ആ ഒരു ആനക്കൊമ്പ് ബാലമുരളി സാറിന്റെ ജീപ്പിൽ വെച്ചതെന്ന് ചോദിക്കുന്നു. ഈ സോമനാണ് അന്ന് ആനക്കൊമ്പ് കൊണ്ടുവന്ന് ജീപ്പിൽ വെച്ചതും. ഞാനത് ചെയ്തത് MLA സാറിന് വേണ്ടിയിട്ടാ. അന്ന് MLA യൂത്ത് കോൺഗ്രസിന്റെ ഹെഡായിരുന്നു. MLA ഇത് ചെയ്തത് ഐസക് പ്ലാന്തോട്ടിൽ എന്ന ആളിന് വേണ്ടിയിട്ടാ. അയാള് ചന്ദനം കടത്ത്, ഡ്രഗ്സ് എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യുന്ന ആളാ. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്നും സോമൻ പറയുന്നു. അതേസമയമായിരുന്നു MLA ഐസക്കിനെ വിളിക്കുന്നതായും കാണിക്കുന്നത്.
ഐസക്ക് പെരുന്നാളിന് നാട്ടിൽ വരുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഐസക്ക് ഇപ്പോൾ യുഎസിലാ. ഐസക്ക് MLA യോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വരുന്നതൊക്കെ കൊള്ളാം, പഴയതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും MLA പ്രത്യേകം പറയുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് അന്ന റോസ്ബെല്ല എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു കേസ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ 3-4 ദിവസം മുൻപ് ഒരു പെൺകുട്ടിയുടെ ശവശരീരം മറവ് ചെയ്തിരുന്നു. ആ പെൺകുട്ടിയാണോ അന്ന റോസ്ബെല്ല എന്ന സംശയം പോലീസുകാർക്കുണ്ടാകുന്നു. മാത്രവുമല്ല, പെൺകുട്ടിയുടെ വീട്ടുകാരും സംശയമുള്ളത് കൊണ്ട് തന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ശവക്കല്ലറ പൊളിക്കുകയാണ്. എന്നാൽ പൊളിച്ചു നോക്കിയ സമയത്ത് അവിടെ ഒരു ഡെഡ് ബോഡിയും കാണുന്നുണ്ടായിരുന്നില്ല. അന്ന റോസ്ബെല്ലയുടെ ഫോട്ടോയും ന്യൂസിലൊക്കെ കാണിക്കുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ആ ഫോട്ടോയിലുള്ള അന്ന റോസ്ബെല്ല മറ്റാരുമല്ല, വിഷ്ണുവിനൊപ്പമുള്ള മൈഥിലി തന്നെയാണ്. ആ സീൻ അവിടെ കട്ടായി. എങ്ങനെയാണ് ബാലമുരളി മരിച്ചത് എന്നുള്ള കഥയാണ് കാണിക്കുന്നത്. ബാലമുരളിയെ സത്യത്തിൽ കൊന്നതാണ് മറ്റാരുമല്ല, MLA-യും ഐസക്കും ചേർന്നുമാണ് കൊന്നത്. ഐസക്കിന്റെ കുറേ കാര്യങ്ങളെല്ലാം ബാലമുരളി കണ്ടെത്തി. അത് പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ബാലമുരളിയും കുടുംബത്തിനെയും തന്നെ കൊന്നുകളഞ്ഞതും. അതിനുശേഷം പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അന്ന റോസ്ബെല്ല എന്ന കുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള വാർത്ത വിഷ്ണുവും അറിയുകയാണ്. അന്ന റോസ്ബെല്ലയുടെ ഫോട്ടോ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അപ്പോൾ തങ്ങൾക്കൊപ്പമുള്ള മൈഥിലി ആരാണ് എന്നുള്ളൊരു ചോദ്യം അവർക്കുണ്ടാകുന്നു. അവൾ പ്രേതമാണോ എന്ന സംശയം ഉണ്ടായതുകൊണ്ട് തന്നെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ അതിലൊന്നും മൈഥിലിയെ കാണിക്കുന്നതേയില്ല. പ്രേതമാണെന്ന് തന്നെ അവർ ഉറപ്പിച്ചു. സത്യത്തിൽ അന്ന റോസ്ബെല്ലയുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന പ്രേതം മറ്റാരുമല്ല, മുൻപ് ആ ഒരു ബംഗ്ലാവിൽ താമസിക്കുവാനായിട്ട് ഒരാൾ വന്നിരുന്നല്ലോ, അയാൾ അടുത്ത ദിവസം തന്നെ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത ഗ്രാമവാസികൾ മുഴുവൻ അറിഞ്ഞത്. അയാളുടെ ആത്മാവ് തന്നെയാണ് അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്നതും. അതൊരു ജിയോളജിസ്റ്റ് ആയിരുന്നു. അയാൾ എങ്ങനെയാണ് നടക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെയാണ് അന്ന റോസ്ബെല്ല, അതായത് മൈഥിലി എന്ന പേരിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രേതം പ്രവർത്തിക്കുന്നതും. അങ്ങനെ മൈഥിലി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. മൈഥിലി പ്രേതമാണെന്നുള്ളത് അവരറിഞ്ഞതൊന്നും മുഖത്ത് കാണിക്കാതെയാണ് പോലീസുകാരെല്ലാവരും അവിടെ നിൽക്കുന്നതും മൈഥിലിയോട് മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതും. സത്യത്തിൽ മൈഥിലിയുടെ ദേഹത്തുള്ളത് ജിയോളജിസ്റ്റിന്റെ പ്രേതമാണല്ലോ. ജിയോളജിസ്റ്റ് എങ്ങനെ മരിച്ചെന്നാൽ അയാൾ യഥാർത്ഥത്തിൽ ഐസക്കിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. ഐസക്ക് പറഞ്ഞിട്ടാണ് അന്ന് ആ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് ജിയോളജിസ്റ്റ് എത്തിയതും, അതും കാശ് വാങ്ങുവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐസക്ക് കൊടുത്ത കാശൊന്നും അയാൾക്ക് പോരായിരുന്നു. കുറച്ചുകൂടി കാശ് വേണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഐസക് ആണെങ്കിലോ അയാളെ കൊന്ന് കെട്ടിത്തൂക്കി. അതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ജിയോളജിസ്റ്റ് മരണപ്പെട്ടതും. അന്ന് ആ ഒരു ജിയോളജിസ്റ്റിനെ ഐസക് കൊല്ലുന്ന സമയത്ത് ഐസക്കിനൊപ്പം DYSP ആയ സെൽവരാജും ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ജിയോളജിസ്റ്റ് മൈഥിലി എന്ന പേരിൽ അന്ന റോസ്ബെല്ലയുടെ ദേഹത്ത് കൂടിയിട്ട് എത്തിയിരിക്കുന്നതും. അങ്ങനെ ഇപ്പോൾ ഐസക് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. MLA-ക്കൊപ്പം ചേർന്ന് DYSP ആയിട്ടുള്ള സെൽവരാജും ഐസക്കും ചേർന്ന് ആ ഒരു വരവ് ആഘോഷമാക്കുന്നു. പെരുന്നാളിന്റെ കേക്ക് കട്ടിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് മൈഥിലി അവിടേക്ക് ചെല്ലും. അതും വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു പ്രേതത്തെ പോലെയാണ് അവൾ ചെല്ലുന്നത്. അവൾ ചെന്നതും അവർക്ക് കാര്യം മനസ്സിലായി. അതൊരു പ്രേതാത്മാവാണെന്ന്, അതും തങ്ങൾ കൊന്ന ജിയോളജിസ്റ്റിന്റെ ആത്മാവാണെന്ന്. ഉടനെ തന്നെ ഐസക്കും സെൽവരാജും MLA-യും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. കാട്ടിലേക്കാണ് അവർ കടന്നതും. എന്നാൽ അവിടേക്ക് എത്തുന്ന മൈഥിലിയാണെങ്കിലോ അവരെ ഓടിച്ച് ഒരു പഴയ വീട്ടിലേക്ക് കയറ്റും. അപ്പോഴേക്കും അവിടെ ബാലമുരളിയുടെ ആത്മാവും എത്തിയിരുന്നു. മാത്രവുമല്ല, ജിയോളജിസ്റ്റിന്റെ ആത്മാവും അവിടേക്ക് എത്തിക്കുകയാണ്. മൈഥിലിയുടെ ദേഹം വിട്ട് അയാൾ ഒരു പ്രേതാത്മാവായി അവിടെ എത്തിയിരുന്നു. മാത്രവുമല്ല, ബാലമുരളിയുടെ വൈഫും കുട്ടികളുടെ ആത്മാവും ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയമായിരുന്നു വിഷ്ണു ആ പൂജാരിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും. പൂജാരി പറഞ്ഞിരുന്നു, ഏതൊക്കെ ആത്മാക്കളുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്നെ അറിയിക്കണമെന്ന്. ഒരു പൂജ കൂടി ചെയ്താൽ മാത്രമേ ഇതിനെല്ലാം പരിഹാരമാകുമെന്നും പ്രത്യേകം പൂജാരി പറഞ്ഞിരുന്നു. അങ്ങനെ മൈഥിലിയുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത് ജിയോളജിസ്റ്റിന്റെ ആത്മാവാണെന്നും വിഷ്ണു കണ്ടെത്തി. അതുകൊണ്ട് തന്നെയാണ് പൂജാരി ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഏകദേശം ചുരുളഴിഞ്ഞല്ലോ. വിഷ്ണു എല്ലാ സത്യവും കണ്ടെത്തിയിരിക്കുന്നു. പൂജാരി വന്ന് പൂജ ആരംഭിച്ചു. അതേസമയമായിരുന്നു ബാലമുരളിയും ജിയോളജിസ്റ്റിന്റെ ആത്മാവും ചേർന്ന് സെൽവരാജിനെ കൊന്നതും. അതിനുശേഷം ഐസക്കിനെയും കൊന്നുകളഞ്ഞു. MLA ഒന്നും ചെയ്തില്ല. കാരണം ബാലമുരളിയും കുടുംബത്തിനെയും ജിയോളജിസ്റ്റിനെയും കൊന്നുകളഞ്ഞത് ഐസക്കും സെൽവരാജും ചേർന്നാണ്. 5 ആത്മാക്കളുടെയും പ്രതികാരം പൂർത്തിയായതുകൊണ്ട് തന്നെ പൂജാരി അവരെ ആവാഹിക്കുകയും ചെയ്തു. അങ്ങനെ പൂജാരി പോകുവാനായി ഇറങ്ങുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ പോലീസ് ജീപ്പിന് പിന്നിലായിട്ടിരിക്കുന്ന ബാലമുരളിയും കുടുംബത്തെയും വിഷ്ണുവിന് കാണുവാനായി കഴിഞ്ഞു. അവർ വിഷ്ണുവിനെ നോക്കി കൈ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ MLA ആണെങ്കിലോ എല്ലാ തെറ്റുകളും ഏറ്റുപറയുകയാണ്. ഐസക്കിന്റെയും സെൽവരാജിന്റെയും എല്ലാ കള്ളത്തരങ്ങളും ഇതുവരെയും MLA ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മാത്രവുമല്ല, ഐസക്കിന്റെയും സെൽവരാജിന്റെയും ഡെഡ് ബോഡി കിട്ടുകയാണ്.
ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ന്യൂസ് വരുന്നതും. ബാലമുരളിയും ആ ഒരു ജിയോളജിസ്റ്റിന്റെ ആത്മാവും ചേർന്നാണ് അവരെ കൊന്നതെന്ന് വിഷ്ണുവിനും കൂട്ടർക്കും നന്നായിട്ട് അറിയാമല്ലോ. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. വിഷ്ണുവിന് വേണ്ടിയിട്ട് അവന്റെ അമ്മ വിവാഹമൊക്കെ നോക്കുകയായിരുന്നു. എന്നാൽ വിഷ്ണുവിനൊപ്പം അന്ന് മൈഥിലി, അതായത് അന്ന റോസ്ബെല്ല ഉണ്ടായിരുന്ന കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനോട് ചോദിക്കും, നിന്നോടൊപ്പം മുൻപൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളെക്കുറിച്ച് ഞാൻ തിരുമേനിയുടെ അടുത്ത് പോയി നോക്കിച്ചു. തിരുമേനി പറഞ്ഞത് നല്ല ബന്ധമെന്നാ, നമുക്കൊന്ന് നോക്കിയാലോ എന്നും അമ്മ ചോദിക്കും. അപ്പോഴേക്കും വിഷ്ണു ഒന്ന് പുഞ്ചിരിക്കും. അതിനുശേഷം വിഷ്ണു നേരെ പോകുന്നത് അന്ന റോസ്ബെല്ലയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അന്ന റോസ്ബെല്ല മരിച്ചിട്ടൊന്നുമില്ല. അവളുടെ ദേഹത്ത് അന്ന് ആ ഒരു ജിയോളജിസ്റ്റിന്റെ ആത്മാവ് കയറിയത് കൊണ്ടാണ് അവൾ മൈഥിലി എന്ന പേരിൽ സ്റ്റേഷനിലേക്ക് എത്തിയതും. അങ്ങനെ കോഫി ഷോപ്പിൽ വെച്ച് രണ്ടുപേരും പരസ്പരം കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അവർക്കിടയിൽ പുതിയൊരു റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത് കാണിച്ചുകൊണ്ട് കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു സീരീസിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.